ഹായ് എവരിവൺ, ദിസ് ഇസ് CMA ബിപിൻ ചന്ദ്രൻ. ഇന്നത്തെ ഈ വീഡിയോയിൽ CMA USA എന്ന കോഴ്സിനെ പറ്റി വളരെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു കോഴ്സിനെ പറ്റി നിങ്ങൾ ഓൾറെഡി ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. എൻ്റെ തന്നെ പല വീഡിയോസും കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അതിലൊന്നും പറയാത്ത വളരെ വൈറ്റൽ ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ പങ്കുവയ്ക്കുന്നതാണ്. സോ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ പോയിന്റ്. CMA USA എന്ന് പറയുന്നത് ഒരു കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സാണ്. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ നമുക്കറിയാം ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ചാർട്ടേഡ് അക്കൗണ്ടൻസി ഉണ്ട്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഭാഗമായിട്ട് കോസ്റ്റ് മാനേജ്മെൻറ്റ് അക്കൗണ്ടൻ്റ് ഓഫ് ഇന്ത്യ ഉണ്ട്, അതുപോലെ കമ്പനി സെക്രട്ടറിഷിപ്പ് ഉണ്ട്. സോ CA, CMA, CS എന്ന് പറയുന്നത് എല്ലാ രാജ്യങ്ങളിലുമുള്ള ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനാണ്. സോ ഇന്ത്യയിലുള്ളതുപോലെ തന്നെ അമേരിക്കയിലും ഈ ക്വാളിഫിക്കേഷൻസ് ഉണ്ട്. ഇന്ത്യൻ CAക്ക് പകരമായിട്ട് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത് CPA എന്ന കോഴ്സാണ്, സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്. അതുപോലെ ഇന്ത്യൻ CMAക്ക് പകരം അവിടെ എന്തുണ്ട്, US CMA ഉണ്ട്, അതാണ് സർട്ടിഫൈഡ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് അഥവാ IMA എന്ന പ്രൊഫഷണൽ ബോഡിയാണ്. അപ്പോൾ ഏത് കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് എടുത്താലും അതിനെ റൺ ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ ബോർഡായിരിക്കും. ആ ബോർഡിൻ്റെ അണ്ടറിലാണ് ഈ കോഴ്സുകളെല്ലാം കണ്ടക്ട് ചെയ്യപ്പെടുന്നതും അതിൻ്റെ എക്സാംസ് ആണെങ്കിലും സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതാണെങ്കിലും അത്തരം കാര്യങ്ങളെല്ലാം കണ്ടക്ട് ചെയ്യുന്നത് ഈ ഒരു ബോർഡിൻ്റെ ചുമതലയായിട്ടായിരിക്കും. സോ ഇന്ത്യയിൽ CA നോക്കുന്നത് ICAI എന്ന് പറയുന്ന ബോർഡാണ്, ഇന്ത്യൻ CMA നോക്കുന്നത് ICMA എന്ന ബോർഡാണ്. അപ്പോൾ അതുപോലെ US ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് അക്കൗണ്ടൻസ് അഥവാ IMA ആണ് CMA USന്റെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതും കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നതും. ഇന്ത്യൻ കോഴ്സുകളിൽ നിന്ന് വിദേശ കോഴ്സുകൾക്കുള്ള പ്രധാനപ്പെട്ട ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് എക്സാംസും എക്സാമിന്റെ പാറ്റേണുമാണ്. ഇന്ത്യൻ കോഴ്സുകളുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം, 3 ഘട്ടങ്ങളിലായിട്ട് ഗ്രൂപ്പ് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ് ആൻഡ് ഫൈനൽ. ഇതിലെല്ലാം തന്നെ ഗ്രൂപ്പ് സിസ്റ്റമാണ്, അതായത് സബ്ജക്ട് ഇൻഡിവിജ്വലിയും പാസ്സാവണം, അതുപോലെ ഗ്രൂപ്പും പാസ്സാവണം. ഇത് രണ്ടും പാസ്സായാൽ മാത്രമേ അടുത്ത സ്റ്റേജിലേക്ക് കടക്കാൻ സാധിക്കും. എന്നാൽ വിദേശ കോഴ്സുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ നമ്പർ ഓഫ് എക്സാംസ് വളരെ കുറവായിരിക്കും. അതുപോലെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് കൂടുതൽ ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കില്ല, മൾട്ടിപ്പിൾ ചോയ്സ് ബേസ്ഡ് ആയിരിക്കും. അപ്പോൾ CMA USന്റെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് പോയിന്റ് ആയിട്ട് ആൾക്കാർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 2 പരീക്ഷ ഉള്ളൂ എന്നുള്ളതാണ്. 2 എക്സാംസ്, പാർട്ട് 1 പാർട്ട് 2 എന്ന രീതിയിൽ 2 എക്സാംസ് മാത്രമേ CMA USലുള്ളൂ. അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ആണ് ക്വസ്റ്റ്യൻസ്, അതായത് ഒരു ക്വസ്റ്റ്യൻ കാണും, 4 ഓപ്ഷൻസ് കാണും. സോ MCQ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്, നെഗറ്റീവ് മാർക്ക് ഇല്ല എന്നുള്ളതും മറ്റൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. ഇനി ഈ MCQ മാത്രമാണോ പരീക്ഷ എന്ന് ചോദിച്ചാൽ അല്ല, 100 MCQs അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു മിനിമം മാർക്ക് സ്കോർ ചെയ്യണം. നോർമലി IMA അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, എങ്കിലും ആളുകൾ പറയുന്നത് 50% എങ്കിലും സ്കോർ ചെയ്യണം. 50% കൂടുതലെങ്കിലും ആൻസേഴ്സ് ശരിയാക്കിയാൽ മാത്രമേ SA വിൻഡോ എന്ന് പറയുന്ന അടുത്ത സെഗ്മെന്റിലേക്ക് പോകാൻ സാധിക്കും. SA വിൻഡോ എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ആൻസർ ചെയ്യേണ്ട ഒരു സെഗ്മെന്റ് ആണ്. സോ അവിടെ നമ്മൾ എഴുതുമല്ല, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആയതുകൊണ്ട് തന്നെ ആൻസർ ടൈപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ മിനിമം മാർക്ക് MCQ സ്കോർ ചെയ്താൽ നിങ്ങൾക്ക് ആ SA വിൻഡോ ഓപ്പൺ ആവും, അവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് നോക്കിയിട്ട് ആൻസേഴ്സ് ടൈപ്പ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും മാർക്ക് ചേർത്തിട്ടായിരിക്കും 500-ൽ 360 സ്കോർ ചെയ്യേണ്ടത്. സോ CMA USന്റെ പാസ് മാർക്ക് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് 500 360 ആണ്. ആൻഡ് IMA മാർക്ക് ഇടുന്നത് ടെൻസിലാണ്, അതായത് 360, 370, 380, 340 ഇങ്ങനെ 10 വെച്ചിട്ടാണ് IMA മാർക്ക് സ്കോർ ചെയ്യുന്നത്. അല്ലാതെ 358, 347 അങ്ങനെയുള്ള മാർക്കുകൾ IMAയുടെ അല്ലെങ്കിൽ CMAയുടെ റിസൾട്ടിൽ വരാറില്ല. സോ ഇത്രയും കാര്യങ്ങൾ ബേസിക്കലി കോഴ്സിനെ പറ്റി അന്വേഷിക്കുന്ന ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. 2 എക്സാംസ്, MCQs, നെഗറ്റീവ് മാർക്സ് ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ വെരി കോമൺ ആണ്. ഇനി കോമൺ അല്ലാതെ ആളുകൾ പറയാത്ത കാര്യങ്ങളാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നമുക്ക് IMA എന്നല്ല, ലോകത്ത് ഏത് കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സ് ചെയ്യണമെങ്കിലും പ്രൊഫഷണൽ ബോഡിയിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കണം എന്നുള്ളത് കർശനമാണ്. സോ നിങ്ങൾ CA പഠിക്കാൻ പോയാൽ ICAയിൽ മെമ്പർ ആയിരിക്കണം, CMA പഠിക്കാൻ പോയാൽ ICMAയിൽ മെമ്പർ ആയിരിക്കണം. സോ വാട്ട് എവർ ദ പ്രൊഫഷണൽ കോഴ്സ് യു ആർ ചൂസിങ്, യു ഹാവ് ടു ടേക്ക് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുത്തിരിക്കണം. അങ്ങനെ IMAയിൽ മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക, CMA US എന്ന കോഴ്സ് ചെയ്യാൻ സാധിക്കുക. സോ ഈ മെമ്പർഷിപ്പ് എടുക്കാനായിട്ട് നമുക്ക് 2-3 കാറ്റഗറീസ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 കാറ്റഗറീസ് ആണ്. ഒന്ന് പ്രൊഫഷണൽ കാറ്റഗറി, മറ്റൊന്ന് സ്റ്റുഡൻറ് കാറ്റഗറി. സ്റ്റുഡൻറ് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കോളേജിൽ UG അല്ലെങ്കിൽ PG കോഴ്സ് റെഗുലർ ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ, അതായത് നിങ്ങളൊരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു PG കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റുഡൻറ് കാറ്റഗറിയിൽ IMAയിൽ മെമ്പർഷിപ്പ് എടുക്കാം. സ്റ്റുഡൻറ് കാറ്റഗറി എടുക്കുമ്പോൾ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 3 വർഷത്തേക്കുള്ള മെമ്പർഷിപ്പ് ആയിരിക്കും കിട്ടുന്നത്. സോ നിങ്ങൾ 2024 മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ മെമ്പർഷിപ്പ് എക്സ്പയർ ആവുന്നത് 2027 സോ ഓരോ വർഷം കഴിയും തോറും അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എക്സ്പയർ ആയി കഴിഞ്ഞാൽ നിങ്ങളത് റിന്യൂ ചെയ്യണം എന്നുള്ളതൊരു പ്രാക്ടിക്കലി ചെയ്യേണ്ട ഒരു കാര്യമാണ്. സോ 3 വർഷത്തെ മെമ്പർഷിപ്പാണ് സ്റ്റുഡൻറ് കാറ്റഗറിയിൽ കിട്ടുക. പ്രൊഫഷണൽ കാറ്റഗറി എന്ന് പറയുന്നത് നോർമലി IMA ഉദ്ദേശിക്കുന്നത് വർക്കിംഗ് പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ളതാണ്, അതായത് ജോലി ചെയ്ത് വരുമാനമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പ്രൊഫഷണൽ കാറ്റഗറി IMA വെച്ചിരിക്കുന്നത്. സോ പ്രൊഫഷണൽ കാറ്റഗറി എന്ന് പറയുന്നത് 1 ഇയർ മെമ്പർഷിപ്പാണ്. നിങ്ങൾ പ്രൊഫഷണൽ കാറ്റഗറിയിലാണ് രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ 1 വർഷത്തെ മെമ്പർഷിപ്പേ നിങ്ങൾക്ക് കിട്ടൂ, വിച്ച് മീൻസ് 1 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് വീണ്ടും റിന്യൂ ചെയ്യണം. സ്റ്റുഡൻറ് കാറ്റഗറി ആണെങ്കിൽ 3 വർഷം കഴിഞ്ഞിട്ട് റിന്യൂ ചെയ്താൽ മതി. ഇനി ഇതിനകത്ത് പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഫീസിലാണ് പ്രധാനപ്പെട്ട ഡിഫറൻസ് വരുന്നത്. സ്റ്റുഡൻറ് കാറ്റഗറിയിൽ കമ്പാരിറ്റീവ്ലി പൈസ എന്താണ് കുറവാണ്.
അതായത് രജിസ്ട്രേഷൻ ഫീസ് ആണെങ്കിലും എക്സാം ഫീസ് ആണെങ്കിലും ഒരു എൻട്രൻസ് ഫീ എന്ന് പറഞ്ഞിട്ടൊരു ഫീ ഉണ്ട്. ഇതെല്ലാം ചേർത്ത് നമ്മളതിന് ഇനിഷ്യൽ രജിസ്ട്രേഷൻ കോസ്റ്റ് എന്നാണ് പറയുന്നത്. ഈ കോസ്റ്റ് സ്റ്റുഡൻറ്റ് കാറ്റഗറിയിൽ കുറവാണ്. മാക്സിമം പോയാൽ അണ്ടർ 20,000 വരുള്ളൂ. അതേസമയം പ്രൊഫഷണൽ കാറ്റഗറിയിൽ ഈ ഒരു ഇനിഷ്യൽ രജിസ്ട്രേഷൻ മെമ്പർഷിപ്പ് ഫീസ് ഏകദേശം 25,000 മുകളിൽ വരും. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് ഒരു വർഷത്തേക്ക് മാത്രമാണ്. സ്റ്റുഡൻറ്റ് കാറ്റഗറിയിൽ നമ്മളൊരു 15,000 to 20,000 സ്പെൻഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 3 years മെമ്പർഷിപ്പ്. ഇനി അത് മാത്രമല്ല, ഈ റിന്യൂവൽ ചെയ്യുന്ന സമയത്ത് സ്റ്റുഡൻറ്റ് കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 5,000 to 6,000 രൂപയായിരിക്കും റിന്യൂവൽ ഫീസ് വരുന്നത്. അത് ഡോളറിലാണ് വരുന്നത്. നമ്മൾ ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. സോ $59 മറ്റാണ് വരുന്നത്. കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം 6,000 രൂപയ്ക്ക് അടുത്ത് വരും. അതേസമയം പ്രൊഫഷണൽ കാറ്റഗറിയിൽ അത് കൂടുതലാണ്. അവിടെ അഗെയിൻ നിങ്ങളൊരു 25,000 അടുത്ത് അടച്ചാൽ മാത്രമേ മെമ്പർഷിപ്പ് റിന്യൂ ആവൂ. സോ ഇവിടെ തന്നെ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും സ്റ്റുഡൻറ്റ് കാറ്റഗറിയാണ് നമുക്ക് ഫൈനാൻഷ്യലി വേ ബെറ്റർ എന്നുള്ളത്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും ഡിഗ്രിക്ക് ശേഷമാണ് ഇത്തരം കോഴ്സുകൾ ചെയ്യാൻ വരുന്നത്. ഫോർ എക്സാമ്പിൾ BCom കഴിഞ്ഞിട്ടായിരിക്കും CMA യൂസ് ചെയ്യാൻ വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് ജോലിയില്ല, സ്റ്റുഡൻറ്റും അല്ല. സോ ഇവർ ഏത് കാറ്റഗറി എടുക്കുന്നുള്ളത് കൺഫ്യൂഷനാണ്. അങ്ങനെ ഒരു കാറ്റഗറി IMA പ്രൊവൈഡ് ചെയ്യുന്നില്ല. സോ ആ ഒരു സെനാരിയിൽ മിക്ക ആളുകളും പ്രൊഫഷണൽ കാറ്റഗറി എടുക്കേണ്ടി വരും. സോ പണ്ടൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഡിഗ്രി കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസിനെ കൊണ്ട് ഡിസ്റ്റൻ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു PG കോഴ്സിന് ജോയിൻ ചെയ്യിപ്പിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്റ്റുഡൻറ്റ് കാറ്റഗറി കൊടുക്കും. ഇപ്പോഴും അത് പോസിബിൾ ആണോ എന്നുള്ളത് സംശയമാണ്. കാരണം 2023 തുടക്കത്തിൽ ഇന്ത്യൻ IMA ഇതിങ്ങനെ വ്യാപകമായിട്ട് നടക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ റെഗുലറായിട്ട് പഠിക്കുന്നവർക്ക് മാത്രമേ സ്റ്റുഡൻറ്റ് കാറ്റഗറി കൊടുക്കൂ എന്നൊരു നിയമം കൊണ്ടുവന്നു. അതായത് ഡിസ്റ്റൻറ്റ് ഡിഗ്രി ചെയ്യുന്ന ആളുകൾക്ക് സ്റ്റുഡൻറ്റ് കാറ്റഗറി കൊടുക്കേണ്ട എന്നുള്ളൊരു നിയമം കൊണ്ടുവന്നു. അത് ആക്ച്വലി ഭയങ്കര വിയർഡായിട്ടുള്ള നിയമമാണ്. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ പോസ്റ്റ് കോവിഡ് ഗവൺമെൻറ് തന്നെ പറഞ്ഞു ഓൺലൈൻ കോഴ്സുകളായിട്ട് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ഡിഗ്രി PG കോഴ്സൊക്കെ ചെയ്യാൻ പറ്റും, അത് റെഗുലറിന് തുല്യമാണ് എന്നുള്ള രീതിയിൽ UGC തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഡിസ്റ്റൻറ്റ് കോഴ്സുകൾക്ക് ഈ ഒരു സ്റ്റുഡൻറ്റ് കാറ്റഗറി കൊടുക്കാത്തത് അറിയില്ല, അത് മണ്ടത്തരമായിട്ടുള്ള തീരുമാനമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ഇത് കാരണം സ്റ്റുഡൻസിന് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടും ഉണ്ടാകുന്നുണ്ട്. എന്തായാലും ചിലപ്പോൾ ഇപ്പോഴും സ്റ്റുഡൻറ്റ് കാറ്റഗറി കിട്ടുന്നുണ്ടായിരിക്കും. ഐ ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിനനുസരിച്ച് അത് ഡിഫറൻ്റ് ആയിരിക്കും. സോ എന്തായാലും ആസ് എ സ്റ്റുഡൻറ്റ് കാറ്റഗറി മെമ്പർഷിപ്പാണ് നിങ്ങൾക്ക് ഫൈനാൻഷ്യലി ഒരുപാട് ബെറ്റർ ആയിട്ട് വരുന്നത്. രണ്ടാമത്തെ കാര്യം എക്സാംസ് ആണ്. എക്സാംസ് MCQ ബേസ്ഡ് ആണ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ആണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. എക്സാംസ് നമുക്ക് എഴുതാൻ സാധിക്കുന്നത് ജനുവരി, ഫെബ്രുവരി, മെയ്, ജൂൺ, അതുപോലെ സെപ്റ്റംബർ, ഒക്ടോബർ. ഒരു വർഷത്തിൽ IMA 3 വിൻഡോസ് ആണ് അവൈലബിൾ ആക്കി തരുന്നത്. സോ ഈ ഒരു ഡേറ്റ്സിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഡേറ്റ്സിൽ എക്സാം എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ജൂൺ 15 പരീക്ഷ എഴുതണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോമെട്രിക്കിൻ്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് ജൂൺ 15 രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സോ എന്താണ് പ്രോമെട്രിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം സെൻറ്റേഴ്സിനെയാണ് പ്രോമെട്രിക് സെൻറ്റേഴ്സ് എന്ന് പറയുന്നത്. ഓൺലൈനായിട്ട് ഇത്തരം എക്സാംസ് കണ്ടക്ട് ചെയ്യുന്ന സെൻറ്റേഴ്സാണ് പ്രോമെട്രിക് സെൻറ്റേഴ്സ്. കേരളത്തിൽ തിരുവനന്തപുരത്തും കാലിക്കറ്റുമാണ് പ്രോമെട്രിക് സെൻറ്റേഴ്സ് ഉള്ളത്. സോ നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് എഴുതണമെങ്കിലും കാലിക്കറ്റ് എഴുതണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡേറ്റിൽ ഇഷ്ടപ്പെട്ട സെൻറ്ററിൽ എക്സാം എഴുതാം. ഇനി കേരളത്തിന് പുറത്തെഴുതാനാണ് ആഗ്രഹമെങ്കിൽ നിങ്ങൾക്ക് ചെന്നൈയിൽ സെൻറ്റേഴ്സ് ഉണ്ട്, ബാംഗ്ലൂരുണ്ട്, ദുബായിൽ അല്ലെങ്കിൽ UAE ആണെങ്കിൽ അവിടെയും സെൻറ്റേഴ്സ് ഉണ്ട്. ഏതൊക്കെ രാജ്യങ്ങളിൽ സെൻറ്റേഴ്സ് അവൈലബിൾ ആണ് എന്നുള്ളത് പ്രോമെട്രിക്കിൻ്റെ വെബ്സൈറ്റിൽ കയറിയാൽ കാണാൻ സാധിക്കും. എക്സാമിൻ്റെ കേസിലേക്ക് വന്നാൽ നിങ്ങൾ അപ്രൂവ്ഡ് ലേണിംഗ് പാർട്ട്നേഴ്സ് ത്രൂ ആണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യത്തെ തവണ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാർട്ട് 1ഉം പാർട്ട് 2 എഴുതുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ഡിസ്കൗണ്ട് കിട്ടും. ഏകദേശം $120 അടുത്തോളം ഡിസ്കൗണ്ട് കിട്ടും. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഫീസ് എന്ന് പറയുന്നത് $370 ആണ് ഫോർ സ്റ്റുഡൻറ്റ് കാറ്റഗറി. പ്രൊഫഷണൽ വരുന്ന സമയത്ത് അത് 400 മുകളിലാണ്. സോ അവിടെയും സ്റ്റുഡൻറ്റ് കാറ്റഗറി മെമ്പർഷിപ്പ് എടുക്കുന്നവർക്ക് എക്സാം ഫീസും കുറവാണ്. സോ ഈ 370 ഏകദേശം $120 നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും ഇഫ് യു ആർ രജിസ്റ്റേർഡ് ത്രൂ ആൻ അപ്രൂവ്ഡ് ലേണിംഗ് പാർട്ണർ. നമുക്ക് സ്വന്തമായിട്ട് രജിസ്റ്റർ ചെയ്യാം. നമ്മൾ സ്വന്തമായിട്ട് IMA രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡിസ്കൗണ്ട് കിട്ടില്ല. സോ ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്ത് ഈ ഡിസ്കൗണ്ട് ഉണ്ട്. എന്നാൽ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഈ ഡിസ്കൗണ്ട് ഉണ്ടാവില്ല. ഒരു എക്സാം ഫെയിൽ ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് ചില സ്റ്റുഡൻസിന് IMA ഡയറക്റ്റ്ലി ഒരു 30% ഓഫർ കൊടുക്കാറുണ്ട്. അതിനൊരു കൂപ്പൺ കോഡ് ഉണ്ട്, എക്സാം RTK എന്നോ മറ്റോ ആണ് ആ കൂപ്പണിൻ്റെ പേര്. ആ കൂപ്പൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 30% ഡിസ്കൗണ്ട് കിട്ടും. ആൻഡ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പണ്ട് നമുക്ക് എക്സാം ഫീസ് അടയ്ക്കുന്ന സമയത്ത് GST ഉണ്ടായിരുന്നില്ല. ബട്ട് കഴിഞ്ഞ വർഷം മുതൽ എക്സാം ഫീസ് അടയ്ക്കുന്ന സമയത്ത് ഒരു $30 to $40 GST കൂടെ വരുന്നുണ്ട്. സോ എക്സാം ഫീസ് കമ്പാരിറ്റീവ്ലി കൂടുതലാണ് കമ്പയർഡ് ടു 2-3 years ബാക്ക്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മെറ്റീരിയൽസ്. അതായത് ഏത് സാധനം വെച്ചിട്ടാണ് നമ്മൾ എക്സാംസിന് പ്രിപ്പയർ ചെയ്യേണ്ടതും പഠിക്കേണ്ടതും. ഇപ്പോൾ IMA ഡയറക്റ്റ്ലി ബുക്സോ കാര്യങ്ങളോ ഒന്നും പബ്ലിഷ് ചെയ്യുന്നില്ല. CMAയുടെ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ചില പ്രൈവറ്റ് കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന മെറ്റീരിയൽസ് ആണ്. അതിൽ ഏറ്റവും പോപ്പുലർ ആയ ചില മെറ്റീരിയൽസ് ആണ് ഹോക്ക്, വൈലി, ഗ്ലൈം, ബെക്കർ എന്നൊക്കെയുള്ളത്. ഇതിൽ കൂടുതൽ മെറ്റീരിയൽസും വേറെ അവൈലബിൾ ആണ്. സോ ഇതൊക്കെയാണ് ഏറ്റവും കോമൺ ആയിട്ട് ആളുകൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. ഇതിനൊക്കെ തന്നെ അത്യാവശ്യം നല്ല കോസ്റ്റ് ആണ്. നോർമലി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഏകദേശം 20,000 അടുത്ത് ഇതിന് വേണ്ടി വാങ്ങിക്കാറുണ്ട്. 20,000 രൂപയ്ക്ക് അടുത്താണ് ഫീസ് മേടിക്കുന്നത്. ആസ് എ സ്റ്റുഡൻറ്റ് നമ്മൾ മിനിമം ഒരു 2 മെറ്റീരിയലെങ്കിലും കവർ ചെയ്യണം. ഈ മെറ്റീരിയൽ കവർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് പുസ്തകം മാത്രമല്ല കിട്ടുന്നത്. പുസ്തകത്തിനേക്കാൾ പ്രാധാന്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ്. ക്വസ്റ്റ്യൻ പ്രാക്ടീസിനായിട്ട് നമുക്ക് കുറച്ച് ഒരു സോഫ്റ്റ്വെയർ കിട്ടും. ആ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ടോപ്പിക് വൈസ് ആയിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ സാധിക്കും. ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ് എക്സാമിന് നമ്മളെ പാസ്സാക്കാൻ പ്രാപ്തനാക്കുന്നത്.
സോ ഇതിൻ്റെ പൈറേറ്റഡ് വെർഷൻസ് PDF ആയിട്ടൊക്കെ കിട്ടും. പക്ഷേ PDF ഉപയോഗിക്കുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ പ്രോപ്പറായിട്ട് വർക്ക് ആവില്ല. കാരണം ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ താഴെ ഉത്തരം കാണും. അതേസമയം സോഫ്റ്റ്വെയറിൽ റൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ വായിച്ച് സ്വന്തമായിട്ടൊരു ഉത്തരം കണ്ടെത്തി അതിനുശേഷമാണ് ശരി ഉത്തരത്തിലേക്ക് പോകുന്നത്. സോ സോഫ്റ്റ്വെയറിൽ പഠിക്കുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യാനും നല്ല രീതിയിൽ പഠിച്ച് മുന്നേറാനും സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത് എവിടെ പഠിക്കും എന്നുള്ളതാണ്. അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് പഠിക്കാൻ ശ്രമിക്കുക. IIMയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അപ്രൂവ്ഡ് ലേണിംഗ് പാർട്ണേഴ്സിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ പ്ലാറ്റിനം, ഗോൾഡ്, സിൽവർ എന്ന് പറഞ്ഞിട്ട് 3 കാറ്റഗറി ഉണ്ട്. അതിൽ ഏറ്റവും ഹയസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് പ്ലാറ്റിനം ആണ്. ആ കാറ്റഗറി കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അവർ പറയുന്ന മിനിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് അവിടെ നിന്ന് പാസ്സായിട്ടുണ്ടാവണം, മിനിമം നമ്പർ ഓഫ് സ്റ്റുഡൻസ് എൻറോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഏറ്റവും മികച്ച പെർഫോമൻസ് ഉള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളെയാണ് പ്ലാറ്റിനം കാറ്റഗറി. അതിന് താഴേക്ക് വരുന്ന ആൾക്കാരെ ഗോൾഡ്, സിൽവർ എന്ന രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. സോ എന്തായാലും ഈ അപ്രൂവ്ഡ് ലേണിംഗ് പാർട്ണേഴ്സിൽ നിന്ന് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. എല്ലാ സ്ഥാപനങ്ങളിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള അധ്യാപകരൊക്കെ തന്നെയായിരിക്കും. അവിടെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട 2-3 കാര്യങ്ങളോടുണ്ട്. ഒന്ന്, അവിടെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളോട് നിങ്ങൾ അഭിപ്രായം ചോദിക്കുക. അത് 1-2 ആൾക്കാരോടല്ല, കുറേ ആൾക്കാരോട് ചോദിക്കുക. എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ് കഴിഞ്ഞതിന് ശേഷമുള്ള സപ്പോർട്ട്, എക്സാം സപ്പോർട്ട് എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം തീരുമാനം എടുക്കുക. അതുപോലെ കൺസിഡർ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഫീസ്. പല സ്ഥാപനങ്ങളും പല രീതിയിലുള്ള ഫീസ് ആയിരിക്കും വാങ്ങിക്കുന്നത്. സോ നിങ്ങൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും വിളിച്ച് ഫീസിൻ്റെ ഡേറ്റ കളക്ട് ചെയ്തിട്ട് ഒരു കമ്പാരിസൺ നടത്തുക. അഫോർഡബിൾ റേറ്റിൽ നല്ല രീതിയിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന നല്ല റിവ്യൂ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ സെലക്ട് ചെയ്യുക. ഓവറായിട്ട് പ്രൈസ് വാങ്ങിക്കുന്ന പ്രീമിയം കണ്ടന്റ് ആണെങ്കിൽ പ്രീമിയം സ്ഥാപനമാണെന്നൊക്കെ പറഞ്ഞ് പറ്റിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോകാതിരിക്കാം. ഇനി കോമൺ ആയിട്ട് എല്ലാ സ്റ്റുഡൻസിനും ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു ഡൗട്ടാണ് എക്സാം ഈസി ആണോ എന്നുള്ളതും അതുപോലെ തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റി, പഠിച്ചാൽ നമുക്ക് ജോലി കിട്ടാനുള്ള സാധ്യതയും. ഒന്നാമത്തെ ചോദ്യം, എക്സാം ഈസി ആണോ? കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകൾ ഒന്നും തന്നെ ഈസി അല്ല. ഈസി ആണെന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവർ കള്ളം പറയുകയാണ്. കാരണം ഇത് ഈസി ആയിട്ട് എല്ലാവർക്കും പാസ്സാകാൻ പറ്റുന്നൊരു കോഴ്സ് ആണെങ്കിൽ നാട്ടിലെല്ലാവരും CMAക്കാരും CA ഒക്കെ ആയനെ. അപ്പോൾ ഇത് ഈസി ആയിട്ടുള്ള കോഴ്സല്ല. നല്ല രീതിയിലുള്ള എഫേർട്ട് വേണം, നല്ല രീതിയിലുള്ള കോൺസെപ്ച്വൽ നോളജ് വേണം, കൃത്യമായ പ്രാക്ടീസ് വേണം, ഡെഡിക്കേഷൻ വേണം. അപ്പോൾ നല്ല ഒരു എഫേർട്ട് കൊടുത്ത് പഠിച്ചാൽ മാത്രം പാസ്സാവുന്ന കോഴ്സാണ്. ഇനി മറ്റേ ഡൗട്ട് എന്ന് പറയുന്നത് ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. ജോബ് ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും ഉണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ കോഴ്സ് പാസ്സാക്കി ക്വാളിഫിക്കേഷൻ കിട്ടിയെന്ന് പറഞ്ഞിട്ട് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ ആരും നിങ്ങളെ വന്നിട്ട് ജോലിക്ക് കൊണ്ടുപോയില്ല. ജോലി കിട്ടണമെങ്കിൽ നമ്മൾ എഫേർട്ട് ഇട്ട് ഇറങ്ങണം, നമ്മൾ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യണം. അതുപോലെ ക്വാളിഫിക്കേഷനോടൊപ്പം തന്നെ സോഫ്റ്റ് സ്കിൽസ്, അതായത് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, എക്സൽ യൂസ് ചെയ്യാനുള്ള സ്കില്ല്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സോഫ്റ്റ്വെയർ, സാപ്പ്, ഒറാക്കിൾ പോലുള്ള സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാനുള്ള സ്കില്ല്, ഇങ്ങനെയുള്ള അഡീഷണൽ സ്കിൽസ് കൂടെ നമ്മൾ ഈ പഠനത്തിനൊപ്പം അക്വയർ ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ ജോലി കിട്ടുമോ എന്ന് ചോദിച്ചാൽ കിട്ടും. ബട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നും അതിൻ്റെ രീതിയിലായിട്ടുള്ള എഫേർട്ട് ഉണ്ടായിരിക്കണം. കോഴ്സ് പാസ്സായി എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഇരുന്നാൽ ആരും വന്ന് ജോലി തരില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ CMA US കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചത്. എന്തെങ്കിലും ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.